ഹായ് സ്റ്റുഡൻസ്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ എക്സാം വരികയാണ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 15 ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്മ്യൂൺ കമ്പോണൻസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡി കഴിഞ്ഞ അലർജി, എയ്ഡ്സ്, ക്യാൻസർ അതോടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൊഡ്യൂൾ 15 കംപ്ലീറ്റ് ആവും. 2 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയായെങ്കിൽ ഒരു ബുക്കും പേനയൊക്കെ എടുക്കണം, നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നമ്മളത് ഇമ്മ്യൂൺ സിസ്റ്റംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏതൊക്കെയുള്ളത് നമ്മൾ ഫസ്റ്റ് ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്യൂർഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻസ് ഓഫ് ഡിഫൻസിൽ നമുക്ക് എന്തൊക്കെ ബാരിയേഴ്സ് ആണ് ഇമ്മ്യൂണിറ്റിയിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, സ്കിൻ ബാരിയർ ഉണ്ട്. സ്കിൻ ബാരിയറിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ മെക്കാനിക്കലി നമുക്ക് മൈക്രോബ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ നമ്മുടെ പുറത്തുള്ള സ്കിൻ ബാരിയർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മ്യൂക്കോസൽ ബാരിയർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മൈക്രോബ്സ് എൻ്റർ ചെയ്യാതെ തടയുന്നത് ആരായിരിക്കും? ഈ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിൽ ട്രാപ്പ് ചെയ്യും ഓർഗാൻസത്തിനെ. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഒരു മ്യൂക്കോസൽ ബാരിയർ ഉണ്ട് ബോഡിയിൽ. ഇതെല്ലാം ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആണ്. അപ്പോൾ ഈ മ്യൂക്കസൽ ബാരിയറിൽ ആരൊക്കെയാണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, നെക്സ്റ്റ് സീലിയ, നെക്സ്റ്റ് നോർമൽ ഫ്ലോറ. കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് റെസ്പിറേറ്ററി മ്യൂക്കോസ് ഒക്കെ ലൈൻ ചെയ്തിരിക്കുന്നത് നോർമൽ ഫ്ലോറ, നോർമൽ ഓർഗാൻസാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? പതോജനിക് ആയിട്ടുള്ള ഓർഗാൻസ് വരുമ്പോഴത്തേക്കും അതിനെ അകത്തേക്ക് അതിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നത് ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നത് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ. നമുക്കൊരു ഓർഗാൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പനി വരിക എന്ന് പറയും അല്ലേ? ഫസ്റ്റ് ലൈൻ ഡിഫൻസിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ആ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മൈക്രോബ്സിന് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ. ഫിസിയോളജിക്കൽ ബാരിയറിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ ആണ്. പിന്നെ pH കുറയ്ക്കും, ലോ pH. കാരണം മോസ്റ്റ് ഓഫ് ദ മൈക്രോബ്സിനും സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ഒപ്റ്റിമം pH വേണം. അപ്പം pH കുറയുന്ന സമയത്ത് ഇത് സംഭവിക്കും, ഈ മൈക്രോബ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് some secretory products of saliva. അപ്പോൾ അതിൽ തന്നെ നോട്ട് സലൈവ, മ്യൂക്കോസ. ഇതിൽ നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് ലൈൻ ഡിഫൻസിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് സലൈവയാണ്. സലൈവയിലുള്ള എൻസൈംസുകൾ ഈ വരുന്ന ബാക്ടീരിയയൊക്കെ സെൽ വോളിനെ ഡാമേജ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിയേഴ്സ്, നമ്മുടെ കണ്ണുനീരും ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആണ്. അതിനകത്ത് എന്തുണ്ട്? ലൈസോസൈംസ് ഉണ്ട്. ആ ലൈസോസൈംസ് എന്ന് പറയുന്നത് ബാക്ടീരിയ സെൽ വോളിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിനെയൊക്കെ ഡാമേജ് വരുത്തും. പിന്നെ ഉള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് ഇതുപോലെ തന്നെയാണ്. അതിനകത്തുള്ള HCl മൈക്രോബ്സിനെ കില്ല് ചെയ്യും. ഇതെല്ലാം ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ട്രിപ്സിന് അത് ബാക്ടീരിയ പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യും. അടുത്തത് ബൈൽ സോൾട്ട് എന്ത് ചെയ്യും? ബാക്ടീരിയ സെൽ മെമ്പറിനെ ഇൻ്റർഫിയർ ചെയ്യും. ദെൻ ഫാറ്റി ആസിഡ്സ് inhibit the growth of gram-positive bacteria. പിന്നെ അതുപോലെ തന്നെ സ്പെർമിനും
ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ലാക്ടോഫെറിൻ ഉണ്ട്. ലാക്ടോഫെറിൻ ഇതും എന്ത് ചെയ്യും? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വരുന്ന ആദ്യത്തെ ബാരിയർ അനാട്ടമിക്കൽ ബാരിയറാണ് നമ്മുടെ സ്കിൻ ബാരിയർ. അപ്പം ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാൻ തടയുന്ന ആദ്യത്തെ ആള് സ്കിൻ ബാരിയർ തന്നെയാണ്. നെക്സ്റ്റ് മ്യൂക്കോസൽ ബാരിയർ. മ്യൂക്കോസൽ ബാരിയറിൽ വരുന്നതാണ് മ്യൂക്കസ് മെമ്പറൈന്, സീലിയ, നോർമൽ ഫ്ലോറ. അതിനുശേഷം വരാണ് ഫിസിയോളജിക്കൽ ബാരിയർ. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ കൂടുക, pH കുറയുക. നെക്സ്റ്റ് some secretory products like saliva, tears, gastric juice, trypsin, bile salt, fatty acids, spermine, lactoferrin. ഇതെല്ലാം ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഇമ്മ്യൂൺ സിസ്റ്റം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പാർട്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇനി ഇത് അല്ലാതെ ഇപ്പം നമ്മൾ പറഞ്ഞു അനാട്ടമിക് ബാരിയർ പറഞ്ഞു, ഫിസിയോളജിക്കൽ ബാരിയർ പറഞ്ഞു. ഇനി അതുപോലെ ചില സെൽസുകൾ സെക്രീറ്റ് ചെയ്ത് നമ്മുടെ ഈ ഫസ്റ്റ് ലൈൻ ഇതെല്ലാം കഴിഞ്ഞാലും ചില സെല്ലുകൾ ആക്ട് ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സം സെൽസ്, നമുക്ക് ഏതൊക്കെ സെല്ലുകളാണ് ബ്ലഡിൽ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സെവറൽ ഡേയ്സ് എടുക്കും അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി വരാനായിട്ട്. അപ്പോൾ അതുവരെ വിതിൻ മിനിറ്റ്സിനുള്ളിൽ നമ്മളെ ഡിഫൻസിനെ സഹായിക്കുന്ന സെല്ലുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. എഴുതി കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ദ ഇന്നേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് ഫാഗോസൈറ്റ്സ്. കാരണം ബാക്ടീരിയയ്ക്ക് എൻഗൾഫ് ചെയ്യുന്ന സെൽസുകളുണ്ട്. അതിൽ വരുന്നതായിരിക്കുകയാണ് ഫാഗോസൈറ്റ്സിൽ ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ് ആൻഡ് മോണോസൈറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. NK സെൽസ് എന്ന് പറയും. നാച്ചുറൽ കില്ലർ സെൽസ് അഥവാ എന്താണ്? NK സെൽസ്. നെക്സ്റ്റ് അതർ ക്ലാസ്സസ് ഓഫ് ലിംഫോസൈറ്റ്സ്. B and T അല്ലാത്ത മറ്റ് ലിംഫോസൈറ്റുകൾ, അതർ ക്ലാസ്സസ് ഓഫ് ലിംഫോസൈറ്റ്സ്. ആ ലിംഫോസൈറ്റുകൾ ഏതൊക്കെയാണ് അപ്പോൾ നോക്കണം. അതർ ക്ലാസ്സസ് എന്ന് വെച്ചാൽ ഗാമ ഡെൽറ്റ T സെൽസ് ഉണ്ട്, NK T സെൽസ് ഉണ്ട്, നാച്ചുറൽ കില്ലർ T സെൽസ് ഉണ്ട്. ഇവ രണ്ടുപേരും. നെക്സ്റ്റ് B1 സെൽസ് ഉണ്ട്. എക്സിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാസ്റ്റ് സെൽസ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. മാസ്റ്റ് സെൽസ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി പാത്വേസ്. ഏതൊക്കെ കോംപ്ലിമെന്ററി പാത്വേസ് ആണ്? ഓൾട്ടർനേറ്റീവ് പാത്വേ ആൻഡ് മാനോസ് ബൈൻഡിങ് പാത്വേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഫീവർ, ടെമ്പറേച്ചറിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. നോർമൽ ഫ്ലോറയുടെ കാര്യം പറഞ്ഞാണ്. സം സൈറ്റോകൈൻസ്. TNF ആൽഫ, ഇന്റർലോക്കിൻസ്. അപ്പോൾ ഏതൊക്കെ ഇന്റർലോക്കിൻസ് ആണ് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നത് നോക്കണം. ഇന്റർലോക്കിൻസ് ഏതൊക്കെ? ഇന്റർലോക്കിൻ 1, ഇന്റർലോക്കിൻ 6, ഇന്റർലോക്കിൻ 8, ഇന്റർലോക്കിൻ 12, ഇന്റർലോക്കിൻ 16, ഇന്റർലോക്കിൻ 18. ഇത്രയും വരും. 1, 6, 8, 12, 16, 18. Then interferon alpha, IFN alpha, beta and TGF beta. Then acute phase proteins. ഇത്രയാണ് നമ്മുടെ ഇന്നേറ്റ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ TNF എന്താണ്? ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. TNFന്റെ ഫുൾ ഫോം സൈറ്റിൽ എഴുതി വെച്ചേക്കുക. ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, TNF.
ദെൻ എന്താണ് TGF, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ. TGF എന്താണ്? ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ. ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ. IF എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇന്റർഫെറോൺ. IL എന്താണ്? ഇന്റർലോക്കിൻ. ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത്രയും അതിൻ്റെ ഷോർട്ട് ഫോം കൊടുത്തിരിക്കുന്നതല്ല, നിങ്ങളതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. അപ്പോൾ ദ പാർട്സ് ഓഫ് ദ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഏതൊക്കെയാണ്? ഫാഗോസൈറ്റ് സെൽസുകൾ, ന്യൂട്രോഫിൽ, മാക്രോഫേജസ് ആൻഡ് മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ് അഥവാ NK സെൽസ്, അതർ ക്ലാസ്സസ് ഓഫ് ലിംഫോസൈറ്റ്സ്. അപ്പോൾ മേജർ ക്ലാസ് ഓഫ് ലിംഫോസൈറ്റ്സ് ഏതൊക്കെയാണ്? B ലിംഫോസൈറ്റ് ആൻഡ് T ലിംഫോസൈറ്റ്സ്. അതർ ക്ലാസ്സസ് ഗാമ ഡെൽറ്റ, NK T സെൽസ് ആൻഡ് B1 സെൽസ്. പിന്നെ മാസ്റ്റ് സെൽസ് ആൻഡ് ഡെൻഡ്രൈറ്റ് സെൽസ്, കോംപ്ലിമെന്ററി പാത്വേയിൽ ഓൾട്ടർനേറ്റ് ആൻഡ് മാനോസ് ബൈ ദി ലെക്റ്റിൻ പാത്വേ. Then cytokines like TNF alpha, അതാണ് TNF, tumor necrosis factor, interleukin, then interferon alpha beta, then transforming growth factor beta, acute phase proteins. ഇത്രയാണ് പാർട്സ് ഓഫ് ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നെക്സ്റ്റ് components of the acquired immunity. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, കമ്പോണൻസ് ഓഫ് ദ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. കമ്പോണൻസ് ഓഫ് അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ കമ്പോണൻസ് ഓഫ് ദ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഒന്ന് എന്താണ്? T സെൽസ്, നെക്സ്റ്റ് B സെല്ല്, അടുത്തത് ക്ലാസിക്കൽ കോംപ്ലിമെന്റ് പാത്വേ, നെക്സ്റ്റ് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, then cytokines, like ഏതൊക്കെ cytokines ആണ്? Cytokines, interleukin 2, 4, 5, interferon, IFN, ഗാമ. ഇത്രയാണ് നമ്മുടെ പാർട്സ് ഓഫ് ദ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ദ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് തരം അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആക്റ്റീവ് ഓർ പാസീവ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഏതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ദ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി? T സെല്ല്, B സെല്ല്, ക്ലാസിക്കൽ കോംപ്ലിമെന്റ് പാത്വേ, ആന്റിജൻ ബെസൻറ്റിംഗ് സെൽസ്, സൈറ്റോകൈൻസ് ലൈക്ക് ഇന്റർലോക്കിൻ 2, 4 and 5, ഇന്റർഫെറോൺ, ഗാമ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളിലെ അടുത്ത പാർട്സുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.